കണ്ടത്താണി കഴിഞ്ഞ് നമ്മൾ മൂച്ചിക്കൽ കഴിഞ്ഞ് ചെനക്കൽ ഭാഗത്തത് അവിടെ നിന്നാണ് ഇനി കാറിങ് നടക്കാനുള്ളത്. ഞാൻ മുന്നത്തെ വീട്ടിൽ ചെയ്തിരുന്നു. ഏതായാലും ഇവിടെ ആകെ മാറ്റി മറിച്ചിട്ടാണ്. ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ല? അപ്പോൾ എല്ലാവർക്കും സുഖം വിചാരിക്കണേ. അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളുള്ളത് നമ്മുടെ രണ്ടത്താണി ചെനക്കൽ ഭാഗത്തൊക്കെയുള്ള കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക. പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ഇട്ടാ അങ്ങനെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. രണ്ടത്താണി നമ്മൾ അങ്ങാടി കഴിഞ്ഞ് മൂച്ചിക്കൽ കഴിഞ്ഞ സർവീസ് റോഡാണ്. ഇവിടെ ഫുള്ള് ഡ്രെയിനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ സൈഡൊക്കെ കുറച്ച് ശരിയാക്കാനുണ്ട്. അപ്പോൾ രണ്ടത്താണി കഴിഞ്ഞ് നമ്മൾ മൂച്ചിക്കൽ കഴിഞ്ഞ് അണ്ടർപാസ് കഴിഞ്ഞതാ ഈ ലെവലിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാ. ഈ ഭാഗം വരെയാണ് മേലെ ഭാഗം ടാറിങ് കഴിഞ്ഞിട്ടുള്ളത്. ഈ ഭാഗത്താണ് പുതിയ റോട്ടിൽ നിന്ന് സർവീസ് റോഡ് ചാടുന്ന ഭാഗത്താണ്. അവിടെ നല്ല ബ്ലോക്കാണ്. ഇപ്പോൾ രണ്ട് സൈഡിലെ വണ്ടി ഒരു ഭാഗത്ത് കൂടെയാണ് വരുന്നത് പോകണം കംപ്ലീറ്റ്. അവിടെ മൊത്തത്തിൽ വൺ സൈഡ് ഇപ്പോൾ ഓഫാട്ടോ. കണ്ടത്താണി കഴിഞ്ഞ് നമ്മൾ മൂച്ചിക്കൽ കഴിഞ്ഞ് ചെനക്കൽ ഭാഗത്തത് അവിടെ നിന്നാണ് ഇനി കാറിങ് നടക്കാനുള്ളത്. ഞാൻ മുന്നത്തെ വീട്ടിൽ ചെയ്തിരുന്നു. ഏതായാലും ഇവിടെ ആകെ മാറ്റി മറിച്ചിട്ടാണ്. ഞാൻ കുറച്ച് മുന്നോട്ടൊക്കെ പോയേക്കാം. അപ്പോൾ അടുത്ത കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം. ഇവിടെ പുതുതായിട്ട് നിർമ്മിച്ച ഒരു ചാലുണ്ട്. ഇതാ സെൻറ്ററിൽ കൂടി അവിടെ നിന്ന് വരുന്ന ഡ്രെയിനേജ് കൂടി വരുന്ന വെള്ളം ഒന്നായിട്ട് ഈ സൈഡിലൂടെ ഒഴുകും. ഇതാ അല്ലേ, കോൺക്രീറ്റ് കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട്. നേരെ ഓവർപാസിന് അവിടെ നിന്ന് വരുന്ന വെള്ളം നേരെ അതിലുണ്ട് ഒഴുകും. അങ്ങനെ മൊത്തത്തിൽ മാറ്റം വന്നു. ഇവിടുത്തെ നമ്മളെ ചെനക്കലിൻ്റെ പേരും മാറ്റം വരാൻ പോവാണ്. ഏതാ സമാധാനപുരം എന്നൊക്കെയാണ് പറഞ്ഞിട്ട്. പഴയ ചെനക്കലിൻ്റെ പേരൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സ്ഥലവും ആകെ മാറിയിട്ടുണ്ടല്ലേ. ഇവിടെ കല്ല മണ്ണ് കംപ്ലീറ്റ് വാരിക്കൊണ്ടിട്ടുണ്ട്. ഫുള്ള് ഇവിടെ ഫിനിഷിംഗ് ആയി. ഇനിയാണ് ടാറിങ്ങിൻ്റെ വർക്കുകൾ. അങ്ങനെ ഓവർപാസിൻ്റെ അടുത്തൊന്ന് പോയൊക്കെ ഇവിടുന്ന് കുറച്ചുകൊണ്ട് ദൂരമുണ്ട്. അടുത്ത് കംപ്ലീറ്റ് സ്പ്രേ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ടല്ലേ, അപ്പം ഇതുവരെയാണ് പുതുതായിട്ട് ടാറിങ്. ഏതായാലും അത്യാവശ്യം മണ്ണൊക്കെ ഇവിടെ നിർത്തിയിട്ട് കണ്ടില്ലേ. നല്ല ഹൈറ്റായിട്ട് ഇപ്പോൾ എന്താ ഈ താഴ്ചയിൽ മണ്ണൊക്കെ കോരിക്കൊണ്ട് ഫിനിഷിങ് ആക്കിയിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇതുവരെയാണ് ഇപ്പോൾ മെറ്റലിട്ടിട്ടുള്ളത്. അവിടെ നിന്ന് ഫുള്ള് ടാറിങ് ചെയ്യാമല്ലോ കേട്ടോ. രണ്ട് സർവീസ് റോഡ് ഇവിടെ സെറ്റാണ്. കണ്ടില്ലേ, സൈഡ് ഫുള്ള് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ. ഇനി അവിടുന്ന് കുറച്ച് ഭാഗമാണ് മണ്ണ് വരാണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയി വെക്കാം. അല്ല, കുറച്ച് മുന്നോട്ടാണ് പോയേക്കട്ടെ. ഇവിടെയൊക്കെ ഫുള്ള് ഇതാ വാരി സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ടുണ്ട് മൊത്തത്തിൽ. NH66 നമ്മളെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടതോടെ നല്ല അടിപൊളി മാന്തലും ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ KNRCLൻ്റെ ഏച്ചർ കടന്നു വരികയാണ്. സൈഡ് മൊത്തം കണ്ടില്ലേ, ഇവിടെ പുതുതായിട്ട് കോൺക്രീറ്റ് ചെയ്തു. നേരത്തെ കളിട്ട് എല്ലാ ഫിനിഷിംഗ് വർക്ക് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവിടെ ഫുള്ള് കമ്പി കെട്ടി സെറ്റാക്കി വരാം. കണ്ടില്ല, അവിടെയൊക്കെ പല അടിച്ചിട്ടുണ്ട് കോൺക്രീറ്റും കാര്യങ്ങളും. ഇവിടെയാണ് ഇപ്പോൾ പുതുതായിട്ട് സ്പ്രേ കഴിഞ്ഞിട്ടുള്ളത്.
എടുത്തുടനെ ഇതാണ് കണ്ടില്ലേ, ഏറിനാണിത്. ഇവിടെ കുറച്ച് ഭാഗം മണ്ണൂടി എടുക്കാണ്ട് ഓവർപാസിൻ്റെ ചോട്ടിൻ്റെ അടുത്തായിട്ട്, ബാക്കി ഫുള്ള് ഒരു ഇതൊക്കെ ഇവിടെ മണ്ണെടുത്ത് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ചെനക്കൽ സെൻറ്ററപ്പ് ഉള്ളത്. ചെനക്കലിൻ്റെ പേര് മാറ്റം വരുന്നുണ്ട്, സമാധാനപുരം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഏതായാലും റോഡും മാറി പേരും മാറാൻ പോവാണ്. ഓവർപാസിന് ചോട്ടിലൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് മണ്ണിട്ടാണ്, പിന്നെ ഈ സൈഡിലാണ് ഇനി അവിടെ കുറച്ച് കോൺക്രീറ്റ് ചെയ്യാണ്ടാണ്. കണ്ടില്ലേ, അവിടെ കുറേ മണ്ണ് ഇടിഞ്ഞു പോന്നിട്ടുണ്ട് രണ്ട് സൈഡിലും. ഇവിടെ കുറച്ച് മണ്ണ് ബാക്കിയുണ്ട്. ഇവിടെ ബൈപ്പാസിൻ്റെ ഏകദേശം അടുത്തായിട്ടാണ് ഇത്. പിന്നെ അവിടെ കുറച്ച് ഭാഗം ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാണ്. വണ്ടികളൊക്കെ സൈഡായി കുറേ പണിക്കാർക്ക് പോയിട്ടുണ്ട്. ഏകദേശം ഇരുട്ടായി തുടങ്ങി. ഏതായാലും ബൈപ്പാസിൻ്റെ അടുത്ത് ഏകദേശം കുറച്ച് ഭാഗം ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭാഗമാണ് മണ്ണെടുത്ത് ഇവിടെ ചെയ്യാനുള്ളത്. അങ്ങനെ ഏതായാലും ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാണ്. അങ്ങനെ പല മാറ്റങ്ങളും വന്നു. ഇതുവരെയാണ് ടാറിങ് കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ, നമ്മളെ ബൈപ്പാസ് മുതൽ ഇതുവരെ. ഇവിടെ നിന്നാണ് നമ്മളെ ചെനക്കൽ സെൻറ്ററിലൂടെ ആണ് പോയിട്ട് മൂച്ചിക്കൽ അണ്ടർപാസിൻ്റെ ഏകദേശം അടുത്തായിട്ട് അതുവരെ ഉണ്ട് ഇനി ടാറിങ് ചെയ്യാൻ. നമ്മൾ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ 2 സർവീസ് റോഡ് കാണാം. നേരെ അങ്ങനെ കോട്ടക്കൽ ചെങ്കുവട്ടി ഭാഗത്തേക്കുള്ളത്. ഇത് നേരെ പുത്തനത്താണി തൃശ്ശൂർ. അങ്ങനെ അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ എത്ര ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.